മോർണിംഗ്. ഭയങ്കര മഴ കേട്ടോ. ഇന്നലെ രാത്രിക്ക് ഭയങ്കര മഴയാണ്. ഇതുവരെ തോന്നിട്ടില്ല. ഞാൻ ഇപ്പോൾ എന്തായാലും ചുരം കയറാൻ പോവാ. അടിവാരത്തു നിന്നൊരു 12 കിലോമീറ്ററാണ്. 12 കിലോമീറ്ററിൽ മുന്നോട്ടിൽ ചുരം. ഫുള്ള് കോടയൊക്കെ ഉണ്ട്. അപ്പം മുകളിൽ ചെന്നാൽ എന്താണെന്നറിയില്ല. വ്യൂ ഒക്കെ പോയി നോക്കണം. അപ്പോൾ ചുരം കയറുന്നതിന് മുമ്പ് ഫുഡ് കഴിക്കണം. ഫുഡ് കഴിച്ചിട്ട് കാണാം. ഞാൻ ചായ കുടിക്കാൻ ചായക്കട കയറിയപ്പോഴാണ് അവിടെയുള്ള ആൾ പറഞ്ഞേ വയനാട്ടിലെവിടെയൊക്കെ ഉരുളൊക്കെ പൊട്ടിയിട്ടുണ്ട്, സൂക്ഷിച്ച് പോകണം, മണ്ണിടിച്ചിലൊക്കെ സാധ്യത ഉണ്ടെന്ന് പറഞ്ഞു. ഞാൻ എന്തായാലും ചുരം കയറിപ്പോയി. ഇനിയിപ്പം ഒരു 13 കിലോമീറ്റർ ഉണ്ട്. നടന്ന് ഭക്ഷണം ഉണ്ടാകത്തില്ലെന്ന് തോന്നുന്നു. നമുക്ക് കയറി വെക്കാം. ഒന്നാം വളം എത്തിയിട്ടുണ്ട്. താഴെയൊക്കെ ഭയങ്കര പഴയ. അങ്ങനെ ഒന്നാം വളം കഴിഞ്ഞ് മണ്ണിടിച്ചിലൊക്കെ ഉണ്ട്. അങ്ങോട്ട് പോകുമ്പോൾ എന്താണെന്ന് അറിയില്ല. ഫുള്ള് കോട കേട്ടോ. അയ്യോ അടിപൊളിയാ. ആ വഴി തുഷാരഗിരിക്കുള്ളോ. ഇത് കഴിഞ്ഞിട്ടൊരു എൻ്റെ അടിവാരത്തുനിന്നൊരു ഷോട്ടുണ്ട് അതുവഴി. പക്ഷെ അത് ഭയങ്കര കുത്തുകയറ്റോ. അപ്പം ഞാൻ ചായ അടിക്കാൻ കയറിയ ഇടയിൽ ആൾ പറഞ്ഞു അതുവഴി പോണ്ട, ഭയങ്കര കയറ്റോ എന്ന് പറഞ്ഞു. അല്ലെങ്കിൽ ഞാൻ അടിവാരത്തുനിന്ന് ആൾ വയ്ക്കുന്നില്ലേ അതുവഴി കയറി വന്നേനെ. നല്ല മഴ കേട്ടോ. ഭയങ്കര കോടയൊക്കെ ഇറങ്ങിയിട്ടുണ്ട്. പക്ഷെ നല്ല മഴയാണ്. ഞാൻ ഇപ്പോൾ 2ാം വളവിലോട്ട് എത്തുന്നേ ഉള്ളൂ. ഇനിയൊരു 11 കിലോമീറ്റർ ഇനിയുണ്ട്. അങ്ങനെ 2ാമത്തെ വളവ് കയറി തുടങ്ങി. വരുന്നിടയ്ക്ക് എല്ലാവരും പറയുന്നുണ്ട് മേളിലോട്ട് പോകണ്ട, ഉരുളോട്ടും സ്ഥലമാക്കാന്ന് പറഞ്ഞിട്ട് വണ്ടി വരുന്ന ആൾക്കാർ കയറി പോകണ്ടെന്ന് പറയുന്നുണ്ട്. പക്ഷെ ഞാൻ എന്താ ചെയ്യാൻ, എനിക്ക് പോയല്ലേ പറ്റൂ, ആവശ്യമില്ല. 3ാമത്തെ വളവാണ് അത്. ഇങ്ങനെ 9 ഹെയർ പിൻ വളവുണ്ട്. നാലാമത്തെ ഹെയർ പിൻ വളവും കഴിഞ്ഞ് അഞ്ചാമത്തെ ഹെയർ പിൻ വളവെത്തി. അയ്യ ആറാമത്തെ ഹെയർ പിൻ വളവ്. അയ്യോ ഫുള്ള് കോട കേട്ടോ. കാണുന്നുണ്ടോ? ഞാൻ നടന്നു പോകണ്ടിട്ട് കുറേ ലോറിക്കാരൊക്കെ ചോദിക്കുന്നുണ്ട് വരുന്നുണ്ടോ എന്നൊക്കെ ചോദിക്കുന്നുണ്ട്. ഞാൻ പറഞ്ഞില്ല, ഞാൻ നടന്നാ പോണേ എന്ന് പറഞ്ഞു.
ഏഴാമത്തെ ഹെയർപിൻ വളവിലൊക്കെ നല്ല കോടയുണ്ട്. ഫുള്ള് കോട കേട്ടോ. അയ്യോ അടിപൊളി. ഫുള്ള് കോടായിട്ടുണ്ട് കേട്ടോ അവിടെ പോകെ. എട്ടാമത്തെ ഹെയർപിൻ വളവ്. ഹായ്, എങ്ങനെയുണ്ട് മഴയൊക്കെ? ഹായ്, സുഖമില്ല? നല്ല ഭംഗിയാട്ടോ, കോടമഞ്ഞും മഴയും. അയ്യോ നല്ല രസമുണ്ട്. ചെറിയ മഴ കുറവുണ്ട് കേട്ടോ, പക്ഷെ കോട ഇറങ്ങുന്നുണ്ട് രാവിലെ. ഹലോ, ഹൈ ഹൈ, ഒന്ന് മൈൻഡ് ചെയ്തോളൂ. അയ്യോ താഴോട്ടം നോക്കിയിട്ട് ഒന്നും കാണുന്നില്ല. അയ്യോ ഫുള്ള് കോട കേട്ടോ, വണ്ടി പോലും കാണുന്നില്ല. അയ്യോ അമ്മേ. അവിടെയൊക്കെ ആള് നിൽപ്പുണ്ട്, പക്ഷെ കാണുന്നില്ല. വണ്ടിയൊക്കെ അടുത്ത് വരുമ്പോഴാണ് കാണുന്നത്. അറിയില്ല. ആ പള്ളി കണ്ടില്ലേ, അതാണ് അടിവാരം. അവിടെ നിന്നാണ് ഇന്ന് രാവിലെ ഞാൻ ഇറങ്ങിയത്. പള്ളിയുടെ അടുത്തുനിന്ന്. അയ്യോ അയ്യോ, അങ്ങനെ 9ാമത്തെ ഹെയർപിൻ വളവ് എത്തി. അയ്യോ ഞാൻ രാവിലെ എത്ര മണിക്ക് ഇറങ്ങി? 7 മണിക്കും കണ്ടിറങ്ങിയതാ. ഇപ്പോൾ സമയം 11:30 ആയി. അങ്ങനെ ഇപ്പോൾ 9ാമത്തെ ഹെയർപിൻ വളവും കഴിഞ്ഞ് ഇനിയുണ്ടൊരു 2-3 കിലോമീറ്റർ ചുരം. മഴ നല്ലപോലെ കുറവുണ്ട്. പിന്നെ മേപ്പാടി ഭാഗത്ത് ഇടയ്ക്ക് ഉരുള് പൊട്ടി നിറഞ്ഞിട്ടുണ്ട്. അങ്ങനെ കുറേ റെസ്ക്യൂ ടീം കാട്ടിലൊക്കെ പോയിട്ടുണ്ട്. പെട്ടെന്ന് പെട്ടെന്ന് കേട്ടോ കോട വരുന്നതും പോണതൊക്കെ. ഞാനിപ്പോൾ വയനാട്ടിലോട്ട് കയറിയോ, ഒരു തെളിഞ്ഞ കാലാവസ്ഥയായിരുന്നു. പെട്ടെന്ന് കോട കയറി. നല്ല ഭംഗിയുണ്ട്. ഫുള്ള് കോട കേട്ടോ. അങ്ങോട്ടൊന്നും കാണുന്നപോലുമില്ല. അയ്യോ വണ്ടിയൊക്കെ കണ്ട, വണ്ടിയൊക്കെ അടുത്തെത്തിയിട്ടാണ് കാണുന്നത്.
ഈ വണ്ടി പോയിക്കോണേ കണ്ടോ, പിന്നെ അങ്ങോട്ട് കാണത്തില്ല. അയ്യോ, നല്ല കട്ടിയുള്ള കോട. മഴയുണ്ട്. ഞാനാണെങ്കിൽ ലക്കിടി എത്തിയിട്ട് അവിടെ കുറച്ച് നേരം നിൽക്കുമായിരുന്നു. അവിടെ ഭയങ്കര മഴയും ഭയങ്കര കാറ്റൊക്കെ ആയിരുന്നു. അതെ, എനിക്ക് പരിചയമുള്ളത് എൻ്റെ ഫ്രണ്ട് പടിഞ്ഞാറ്റത്തറയാണ്. അപ്പം അങ്ങോട്ട് ഗൂഗിൾ മാപ്പിലോട്ട് നോക്കിയപ്പം ഒരു 26 കിലോമീറ്റർ ഉണ്ട്. അതൊക്കെ ഷോർട്ട് വഴിയെ ഗൂഗിൾ കാണിക്കുന്നത്. ഞാനിപ്പോൾ ഏതൊക്കെ തേയിലത്തോട്ടത്തിൻ്റെ നടുവ് കൂടെയൊക്കെയാണ് ഞാൻ പോകുന്നത്. ഇതിപ്പോൾ എവിടെ ചെന്ന് കയറുമെന്ന് അറിയത്തില്ല. എന്തായാലും മാപ്പ് നോക്കി പോവുക. ഇപ്പം ഒത്തിരി മഴ കുറവുണ്ട് ഈ ഭാഗത്തൊക്കെ. അങ്ങോട്ട് എന്താണെന്ന് അറിയത്തില്ല. വരുന്ന വഴിക്ക് ഫുള്ള് മഴയായിരുന്നു. ഭയങ്കര മഴയും ഭയങ്കര കാറ്റൊക്കെ. എന്താ കേട്ടോ ഗൂഗിൾ മാപ്പ് കാണിച്ച വഴി ഫുള്ള് തേയിലത്തോട്ടമാണ്. പക്ഷേ ഒരു റോഡില്ല. ഇതുപോലത്തെ റോഡാ. നടക്കാനൊക്കെ ഭയങ്കര ബുദ്ധിമുട്ട്. കാലൊക്കെ നനഞ്ഞൊരു പരുവായി. ഈ വഴിയൊക്കെ എങ്ങോട്ടാണോ എന്തോ പോണത്. ഇതാ കാടങ്ങണ്ട. സൈഡിലൊരു തോട് കാണുന്നുണ്ട്. വേറൊന്നും കാണുന്നില്ല. ഒരു വീട്ടോ ഒന്നും കാണുന്നില്ല. കുറേ തേയിലത്തോട്ടം കാണുന്നുണ്ട് മുകളിലൊക്കെ. എന്തായാലും പോയി നോക്കാം. എവിടെയെങ്കിലും ചെന്നെത്തുമല്ലോ. നല്ല ഭംഗിയുണ്ട് കേട്ടോ തേയിലത്തോട്ടം ഫുള്ളും. അവിടെയൊക്കെ കോട ഇറങ്ങുന്നുണ്ട്. ഏതോ എസ്റ്റേറ്റും കണ്ട. ഇതിപ്പോൾ എവിടെ ചെന്നിറങ്ങുമെന്ന് അറിയത്തില്ല. എന്തായാലും കൊള്ളാം. ഇതൊക്കെ ഏത് വഴിയാണോ? തകർന്നു വല്ലതും വീഴുമോ? രക്ഷോട്ടെ. അങ്ങനെ ഒരു മെയിൻ റോഡ് കയറിയിട്ടുണ്ട്. ഞാൻ വന്ന മല ഉണ്ട്, അവിടെയാണ് ഞാൻ കാണിച്ചുതരാം. ആ നേരെ കാണുന്നൊരു മല കണ്ട കോട കയറിയിരിക്കുന്നത്. അതിൻ്റെ സൈഡിൽ കൂടെയാണ് ഞാൻ വന്നത്. വന്നിട്ട് ഇങ്ങനെ കറങ്ങി വന്ന് അയ്യോ ഇനി ഇവിടുന്ന് ഒരു 17 കിലോമീറ്റർ ഉണ്ട്. എനിക്കൊന്ന് രാത്രി ഒരു 12 മണിയൊക്കെ ആകുമ്പോൾ അങ്ങ് എത്തുമായിരിക്കും. നോക്കട്ടെ, ഫാസ്റ്റാക്കാൻ പറ്റുമെങ്കിൽ ഫാസ്റ്റാക്കും. ഇവിടെയൊക്കെ വെള്ളം കയറിയിട്ടുണ്ട്. ഇതൊക്കെ താഴ്ന്ന പ്രദേശമോ. ഇവിടെയൊക്കെ വെള്ളം കയറിയിട്ടുണ്ട്. പോണവഴിക്ക് മറ്റേ റോഡ് മൊത്തം വെള്ളം കേട്ടോ. ഇതിലെ പോകാൻ പറ്റില്ല. ആ സൈഡിൽ കൂടെ പോകാമെന്ന് പറയുന്നുണ്ട്. അങ്ങനെ അതിലെ കൂടെ പോവാം. അപ്പം സാധനം വെച്ചാൽ ഫുള്ള് താഴ്ന്ന പ്രദേശമാണ്. ഈ റൈറ്റ് സൈഡിലൊക്കെ ഫുള്ള് വെള്ളം. അപ്പോൾ എനിക്ക് പോകാനുള്ളതും പടിഞ്ഞാറത്തറ. അതും ഇവിടുന്ന് ഒരു 15 കിലോമീറ്റർ പോയിട്ട് റൈറ്റിലോട്ടാണ്. അപ്പം
ഒരു ഷോർട്ട് കട്ട് കാണുന്നുണ്ട്, പക്ഷേ ആ ഷോർട്ട് കട്ടിൽ ഫുള്ള് വെള്ളമെന്നാർ പറയുന്നത്. ഇപ്പോൾ ഒരു അത് പറഞ്ഞാൽ സ്ട്രെയിറ്റ് പടിഞ്ഞാറത്തറ പോകാൻ, പക്ഷേ പോണ വഴിക്ക് 6-ാം മൈൽ കഴിഞ്ഞാൽ പിന്നെ ഫോറസ്റ്റാണ്. അപ്പം രാത്രിയായ അവിടെ ആന ഇറങ്ങുമെന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പം ഇരുട്ടുന്നതിന് മുമ്പ് ആ ഫോറസ്റ്റ് കിടക്കാൻ നോക്കുക. ഒരു 15 കിലോമീറ്റർ ഉണ്ട്, എന്താവുമെന്ന് എനിക്കറിയത്തില്ല. എൻ്റെ ഫ്രണ്ടിൻ്റെ വീട്ടിലെത്തി. ഇതാണ് ഫ്രണ്ടിൻ്റെ വീട്, അതാണ് എൻ്റെ ഫ്രണ്ട് റെനി. ഇത് ഫ്രണ്ടിൻ്റെ ഫ്രണ്ട് അപ്പു. അങ്ങനെ ടോട്ടൽ ഗൂഗിളിൽ നോക്കിയാൽ 15 കിലോമീറ്ററിൻ്റെ കാണിച്ചത്. പക്ഷേ ഡാമൊക്കെ തുറന്നു വിട്ടുകൊണ്ട് കുറേ കറങ്ങി. ഇപ്പം ഒരു 8 കിലോമീറ്ററൊക്കെ ഞാൻ കുറേ കറങ്ങി. അങ്ങനെ ഇപ്പോഴാണ് ഞാൻ അവിടെ എത്തുന്നത്. ഇപ്പം ഇവിടെ സേഫായിട്ടെത്തി. ഇനിയിപ്പം ഫുള്ള് റെഡ് അലർട്ടാണ് ഇവിടെ, വയനാട്, കണ്ണൂർ, കാസർഗോഡ്. അപ്പോൾ ഇവിടെ കുറച്ച് ദിവസം നിന്നിട്ട് പോവുള്ളൂ.